യെസ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. എന്തൊക്കെയുണ്ട് മക്കളെ? പരീക്ഷ പേടിയിലാണോ? നിങ്ങൾ പഠിച്ചു പേടിയായി തുടങ്ങിയോ? ദൈവമേ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, സീനാണെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണിത് അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെ. മിസ്സിന് ഇതുപോലെ തന്നെ എക്സാമിന് തലേനാൾ മിസ് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. റെഡി? അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഒന്നാമത് സിലബസ് മാറി കുറേ പഠിക്കാനുണ്ട് അല്ലെ? ടെക്സ്റ്റ് ബുക്കും എന്താ പറയാ, നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാടുണ്ട്. അതേപോലെ നമുക്ക് ക്ലോക്ക് അല്ലെ, ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താ, സമയം കുറവല്ലേ? നമുക്ക് കൂടുതൽ സമയം ഉണ്ടോ? ഇല്ല. അപ്പൊ സമയം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാണ്ട് പ്രഷർ. ഇപ്പൊ എല്ലാരും പറയും പരീക്ഷയല്ലേ, പഠിക്കുന്നില്ലേ, എന്താണ്? ഇപ്പൊ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാരും പറയുന്ന കാര്യമാണ് പഠിച്ചു മാർക്ക് വാങ്ങിച്ചോ അല്ലെങ്കിൽ സീനാണെന്ന് അല്ലെ? ഈ ഒരു പ്രഷറും ഈ ഒരു കാര്യത്തിന്റെ ഒരു സമയമാണ് ഇപ്പൊ നിങ്ങൾക്ക് മിസ്സിന് അറിയാം. അപ്പൊ അതെല്ലാം സെറ്റാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അത് നോക്കിക്കോ. നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ പഠിക്കാനുള്ളത് അല്ലെ? ഒറ്റയുള്ളൊരു ജീവിയും, ദ ചെയിൻ ഓഫ് ലൈഫ്, വ്യാധികൾ പടരാതിരിക്കാൻ, എവേ ഫ്രം ഡിസീസസ്, ജലം നിത്യജീവിതത്തിൽ, വാട്ടർ ആൻഡ് ലൈഫ്, ആൻഡ് ജീവനുള്ള വിത്തുകൾ അഥവാ സീഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന 4 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ക്വസ്റ്റ്യൻസുകൾ സെറ്റ് ചെയ്ത് പഠിക്കണം, അപ്പോഴല്ലേ മാർക്ക് കിട്ടൂ. സോ അതുകൊണ്ട് മിസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആയിട്ടാണ്, അതിന്റെ വർക്ക്ഔട്ടും ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെഡി? അപ്പൊ അതിനു മുമ്പ് ഒരു സർപ്രൈസ് നിങ്ങളോട് പറയാം. എന്താ സർപ്രൈസ് എന്നറിയോ? നമ്മുടെ ഓണൊക്കെ വരുമല്ലേ? നിങ്ങൾ എല്ലാവരും ചോദിക്കും നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് തരുന്നുണ്ടോ നിങ്ങൾക്ക് അല്ലേ? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, ഓണത്തിന്റെ ഇടയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫറോട് കൂടിയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ പൈസ കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടിയെങ്കിൽ ജോയിൻ ചെയ്യാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് ഇപ്പോൾ. ഫുൾ മാർക്ക് സെറ്റ് ആക്കാനും നല്ല ക്ലാസ്സുകളും അടിപൊളി യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ എന്റെ മക്കൾക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളത് നിങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, അപ്പൊ ഫ്ലാറ്റ് 20% ഓഫർ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ബാക്കി കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും. അപ്പൊ സ്പെഷ്യൽ ഓഫർ ആണ്, നന്നായിട്ട് പഠിക്കുക. ഓണപരീക്ഷ നമുക്ക് സെറ്റ് ആക്കണം, അതിനോടൊപ്പം ഒരു ഓണ ഗിഫ്റ്റും കിട്ടിയില്ലേ? അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. റെഡി? അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോടാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. പ്ലാന്റ്, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്, ക്രെയിൻ. ഇതെന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? പരസ്പര ബന്ധത്തിനെയാണ് കാണിക്കുന്നത് അല്ലെ? ഒരാൾ ഒന്നിനെ തിന്നുന്നു, അടുത്താൾ തിന്നുന്നു, അങ്ങനെ പോവാണ്. അപ്പൊ സസ്യത്തിലെ കുഞ്ഞു മീനുകൾ തിന്നും ഇല്ലേ? ആ മീൻ ആര് തിന്നും? വലിയ മീനുകൾ തിന്നും. ആ മീനിനെ ആര് തിന്നും? വല്ല കൊക്കോ ക്രെയിനോ ഒക്കെ എടുത്ത് തിന്നും. അപ്പൊ അതുപോലെ വേറൊരാളുടെ ഇത് ഫിൽ ചെയ്യാനാ പറഞ്ഞത്. നോക്ക, ഇവിടെ നമുക്ക് ആരെ എഴുതാം? ഫ്രോഗ് എന്തിനാ തിന്നാ? ഫ്രോഗ് തിന്നുന്ന വേണമെങ്കിൽ നമുക്ക് ഗ്രാസ് ഷോപ്പർ അഥവാ പുൽച്ചാടി എന്ന് എഴുതി വെക്കാം അല്ലെ? ആ പുൽച്ചാടിനെ തവള തിന്നുന്നു, തവളേനെയും കൊക്ക് തിന്നുന്നു, ട്രെയിൻ തിന്നുന്നു. ദെൻ സസ്യത്തെ തിന്നുന്ന പുഴുക്കൾ ഉണ്ടല്ലോടാ, കുഞ്ഞതായിട്ടുള്ള വേംസ് ഉണ്ടല്ലോ, ആ വേംസിനെ ആരാ തിന്നാ? ആരും തിന്നാം. മിസ് തൽക്കാലം ഇവിടെ കാക്കയാണ് വെച്ചിട്ടുള്ളത്, ക്രോ ആണ് വെച്ചിട്ടുള്ളത്. ഏത് വേണേലും എഴുതാം, എല്ലാം ശരി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നിങ്ങളിവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൺസ്ട്രക്ട് ചെയ്യാനോ എന്നുള്ള രീതിയിൽ ഒരു ഫുഡ് വെബോ എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പഠിച്ചു വയ്ക്കാം. റെഡി? അപ്പൊ നോക്കടാ, അടുത്തത് ചിത്രം നിരീക്ഷിക്കൂ. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തിന് പറയുന്ന പേരെന്ത്? ഒബ്സർവ് ദ പിക്ചർ ഗിവൻ ബിലോ, റൈറ്റ് ദ നെയിം ഓഫ് ദ ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദ ലിവിംഗ് ബീങ്സ്. ഇവ നമ്മളുടെ പരസ്പര ബന്ധത്തിന് എന്താ നമ്മൾ പറയാന്ന? ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഓരോരോ ജീവികൾ അവനവന് വേണ്ട ഭക്ഷണം കഴിക്കുകയാണ്. ഒരാളെ തിന്നുക, അടുത്താളെ തിന്നുക. അപ്പൊ ഇങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കാനുള്ള റീസൺ എന്താണെന്നാ ചോദിക്കുന്നത്. എന്താ അതിന്റെ റീസൺ? അവർക്ക് ഭക്ഷണം വേണം, ഫുഡ് വേണം. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ആഹാരത്തിന് വേണ്ടിയിട്ട് പരസ്പരം അങ്ങനെ എന്താണ് ആശ്രയിക്കുകയാണ് അല്ലെ? ലിവിംഗ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖലാജാലം. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖലാജാലം. എല്ലാം കൂടിയത്. ഇപ്പോ പുല്ല് തിന്നുന്ന പുൽച്ചാടി തിന്നുന്ന തവള തിന്നുന്ന പാമ്പ്, അങ്ങനെ ഒന്ന്. അതേപോലെ പുല്ല് തിന്നുന്ന മുയലുണ്ട്, മുയലിനെ തിന്നുന്ന ആരുണ്ട്? കടുവയുണ്ട്, അങ്ങനെ ഒന്ന്. അപ്പൊ ഇങ്ങനെ എല്ലാം കൂടി പരസ്പരം നിൽക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പേര് പറഞ്ഞാൽ വിളിക്കാം? മൊത്തത്തിൽ അതിനെ നമുക്ക് ഫുഡ് വെബ്, ആഹാര ശൃംഖലാജാലം എന്ന പേര് പറഞ്ഞ് വിളിക്കാം. സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിദ്യാലയത്തിന് സമീപത്തുള്ള പുഴ മലിനമാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. It was noticed that the river near the school was get polluted. The school environment club decided to make river garbage free and write any 3 suggestions you would put forward to prevent river pollution. പുഴ മലിനീകരണം തടയാൻ വെക്കുന്ന 3 മാർഗങ്ങൾ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. Write any 2 ways in which rain water seeps into soil. വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ സഹായകരമായിട്ടുള്ള 2 മാർഗങ്ങൾ നിങ്ങളോട് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് മക്കളെ നിങ്ങൾ എഴുതി വെക്കുക? എന്താ വാട്ടർ പൊല്യൂഷൻ കേസിലെ മെയിൻ ആയിട്ട് പുഴ മലിനമാകാനുള്ള റീസൺ എന്തൊക്കെയാണ്? നമുക്കറിയാം, പ്ലാസ്റ്റിക് കൊണ്ടിടുന്നതും ഫാക്ടറിയിൽ നിന്നുള്ള വെള്ളം വരുന്നതും ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ. നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്, പിന്നെ അവിടെ പോയി കുളിക്കുന്നത്, അതുപോലെ കന്നുകാലികളെ കുളിപ്പിക്കുന്നത് ഒക്കെ അതെന്താണ്? വാട്ടർ പൊല്യൂഷന്റെ റീസൺസ് ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതുപോലെ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ തടയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാതിരിക്കുക, മത്സ്യ മാർക്കറ്റിലൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുക, ആൻഡ് വ്യാവസായിക ശാലകളിൽ നിന്ന് കളരുന്നത് ഒഴിവാക്കാൻ അതിനെ കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ടൈപ്പ് എന്ത് ചെയ്യുക, സെറ്റപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് സ്പ്രേയിങ് പെസ്റ്റിസൈഡ് അഗ്രികൾച്ചർ ഫീൽഡ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു തരത്തില് വാട്ടർ പൊല്യൂഷൻ എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം അല്ലെ, ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ പോയിന്റ്സുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അതിൽ എഴുതി വെച്ചോളാം. ആൻഡ് പിന്നെ നമ്മളോട് ചോദിച്ചത് കൺസേർവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന്. ഇങ്ങനെയൊക്കെ നമുക്ക് കൺസേർവ് ചെയ്യാടാ, വെള്ളത്തിനൊക്കെ കൺസേർവ് ചെയ്യാം. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. എക്സാമിന് വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മഴക്കുഴി നിർമ്മിച്ചൂടെ? നിങ്ങൾ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, റെയിൻ ഹാർവെസ്റ്റിംഗ് പിക്ചർ എന്ന് പറയും. ഇപ്പൊ നമ്മള് ഈ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ വന്നിട്ട് നമ്മള് ഇവിടെ മഴക്കുഴികൾ നിർമ്മിക്കട്ടെ എന്ന് ചോദിക്കാറുണ്ട് ചില സമയത്തൊക്കെ. അതെന്തിനാണെന്നറിയോ? ഭൂമിയിലോട്ട് ഊഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ്. വെള്ളം താഴത്തോട്ട് പോയാൽ അതിന്റെ കപ്പാസിറ്റി കൂടും, നമുക്ക് വാട്ടർ കൺസേർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് പിന്നെ ചെയ്യാൻ പറ്റുന്ന കേസാണ് മഡ് വാൾസ്, കയ്യാലുകൾ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റാക്കി റെഡിയാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് പിന്നെ തട്ടായിട്ട് സ്ലോപ്പിംഗ് ലാൻഡ് കട്ട് ഇൻ ടു ഡിഫറെന്റ് ലെയേഴ്സ് ആക്കിയിട്ട് മാറ്റാം. അപ്പൊ സ്ലോപ്പിലൂടെ അല്ലേ പെട്ടെന്ന് വെള്ളം പോവാ. നമ്മളിങ്ങനെ തട്ടാക്കുമ്പോ കുറച്ച് വെള്ളം പോയി അതിങ്ങനെ മണ്ണിലോട്ട് ഊർന്ന് ഇറങ്ങിക്കോളും. അപ്പൊ അതുകൊണ്ട് നമുക്ക് തട്ടുകളായി ചെയ്യുന്ന കൃഷി രീതികളും നമുക്ക് എന്ത് ചെയ്യാം? വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റാക്കി റെഡിയാക്കാൻ വേണ്ടി പറ്റും. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? സെറ്റ് ആണല്ലോ അല്ലെ? അങ്ങനെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാലോ. ഇത് അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളെ ലീനം, ലായകം, ലായനി എന്നിങ്ങനെ തരം തിരിച്ചെഴുതുക. ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഇൻടു സൊല്യൂട്ട്, സോൾവെന്റ് ആൻഡ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. പഞ്ചസാര വെള്ളം, സോഡ വാട്ടർ, സോൾട്ട് സൊല്യൂഷൻ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഇത്രയും സംഭവങ്ങളാണ് എന്റെ മക്കൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? എന്താണ് ലീനം, എന്താണ് ലായകം, എന്താണ് ലായനി എന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ നോക്കിക്കോ, ലീനം, ലായകം, ലായനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ എടുക്കുന്ന സാധനം. ഉപ്പ് വെള്ളമാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതിൽ ഉപ്പ് കുറഞ്ഞ അളവിലല്ലേ നമ്മൾ എടുക്കുന്നത്, അതാണ് സൊല്യൂട്ട്. സോൾവെന്റ് പറഞ്ഞാൽ കൂടിയ അളവിൽ എടുക്കുന്നതാ, അതാണ് വെള്ളം. ഉപ്പ് വെള്ളത്തിലെ വെള്ളമാണ് എന്ത്? സോൾവെന്റ്. ആൻഡ് എല്ലാം കൂടെ കൂടിയതാണ് സൊല്യൂഷൻ. ഉപ്പ് വെള്ളമാണ് എന്ത്? സൊല്യൂഷൻ. എക്സാമ്പിൾ വീണ്ടും മാറ്റി പറഞ്ഞുതരാം. അപ്പൊ പഞ്ചസാര വെള്ളം എടുത്തു. പഞ്ചസാര ലയിപ്പിച്ചത് ഏതില? വെള്ളത്തില്. അപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ ലായകമാണ് അഥവാ സോൾവെന്റ് ആണ്. ആൻഡ് എന്താ ലയിച്ചത്? പഞ്ചസാരയാണോ ലയിച്ചത്? അതാണ് ലീനം അഥവാ സൊല്യൂട്ട്. കുറഞ്ഞ അളവിലുള്ള ക്വാണ്ടിറ്റി ഉള്ളത്. രണ്ടും കൂടെ കൂടിയതിനെ നമുക്ക് ലായനി അഥവാ സൊല്യൂഷൻ എന്ന് പറയാം. സോ ലയിക്കുന്ന വസ്തുവിനെ ലീനം, ഏതിലാണോ ലയിക്കുന്നത് തന്നെ ലായകം. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി അഥവാ ഇപ്പൊ പഞ്ചസാരയിലാണെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്നത് സൊല്യൂട്ടും, ലായനി എന്ന് പറയുന്നത് ഏതാ വരാ? പഞ്ചസാര വെള്ളം. ആൻഡ് ലായകം എന്ന് പറയുന്നത് വെള്ളവുമായിരിക്കും. Ready? A substance which dissolve is called solute, and then in which the solute dissolve is called solvent. Solution is that which is formed by the solute dissolved in a solvent. ഈ ഒരു 3 കേസും പഠിച്ചു വെക്കാം. ആൻഡ് ഈ ഒരു ടേബിൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെച്ചോ എന്ന് നോക്കിക്കോ. പഞ്ചസാര വെള്ളത്തിൽ ഏതാന്ന് മിസ് പറഞ്ഞു? പഞ്ചസാരയാണ് സൊല്യൂട്ട്. സോൾവെന്റ് എന്ന് പറയുന്നത് ജലമാണെന്ന് പറഞ്ഞു. സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ സോൾട്ട് ആണ് സൊല്യൂട്ട്. സോൾവെന്റ് വാട്ടർ ആണ്. സോഡ വാട്ടർ ഇതും പഠിച്ചേക്കണം കേട്ടോ. എക്സാമിന് സ്പെഷ്യൽ ആയിട്ട് ചിലപ്പോൾ ചോദിക്കും. സോഡ വാട്ടർ എങ്ങനെയാണ് നമ്മളാക്കുക? അതങ്ങനെ ഒറ്റയടിക്ക് പുറത്തേക്ക് നമ്മൾ തുറക്കുന്ന സമയത്ത് ബുഫ് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കും. അതെന്താ? അതിനകത്ത് ഗ്യാസ് ഉള്ളതുകൊണ്ടാണ്. ഏത് ഗ്യാസ് ആടാ? കാർബൺ ഡൈ ഓക്സൈഡ്. അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പൊ സോഡയുടെ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ കുറഞ്ഞ അളവിൽ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത്. സോ വെള്ളം എന്ന് പറയുന്നത് സോൾവെന്റും ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും.
ഇനി പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എടുത്തോ നിങ്ങൾ. അതിന്റെ കേസിൽ എന്താ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വളരെ വൃത്തിക്കനെ പഠിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Water is a substance that exists in solid, liquid, gaseous state. Is a statement correct or not? ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണ് ജലം. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയല്ലേടാ? ഓഫ് കോഴ്സ് ആണ്. നമ്മുടെ വെള്ളമാണ് സോളിഡ്, ലിക്വിഡും ഗ്യാസിലും കാണുന്ന ഏക പദാർത്ഥം എന്ന് പറയുന്നത്. കാരണം ഐസ് ആയിട്ട് കിട്ടും, ഐസ് ക്യൂബ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ എടുത്ത് നോക്ക്, അത് വെള്ളമായിട്ട് മാറിയിട്ടുണ്ടാവും. അതെടുത്തൊന്ന് ചൂടാക്കി നോക്ക്, അത് വേപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളും കാണപ്പെടുന്ന ഒരേ ഒരാളാണ്, പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഒരേക ആളാണ് വാട്ടർ എന്ന് പറയുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. റെഡി അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് കുറെ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തു. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മെഗാ മാരത്തോണും മോർണിംഗ് ബൂസ്റ്റർ ഒക്കെ എന്റെ മക്കൾക്ക് സെറ്റായിട്ട് നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ലൈവിലും കാര്യങ്ങളിലും വരിക, അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റ് ആക്കുക, പവർ ആക്കുക. അപ്പൊ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും ഫുൾ മാർക്കിനെ വാങ്ങിക്കാൻ വേണ്ടി പറ്റട്ടെ. അപ്പൊ ലൈവിൽ കാണാടാ, വീഡിയോസിൽ കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ, സീ യു.